നമ്മുടെ രാജ്യം ഇന്ത്യ വലിയ സാമ്പത്തിക ശക്തി ഒന്നുമായിരുന്നില്ല എങ്കിലും വിദേശ രാജ്യങ്ങളിലെല്ലാം വളരെ ബഹുമാനിക്കപ്പെട്ടിരുന്ന രാജ്യമായിരുന്നു 2014 മുൻപ്. ഉന്നതമായ വിദ്യാഭ്യാസവും വിവേകവും ഉണ്ടായിരുന്ന ഇന്ത്യയുടെ മുൻപത്തെ എല്ലാ പ്രധാനമന്ത്രിമാരെയും വിദേശത്തെ നേതാക്കളും ജനങ്ങളുമെല്ലാം വളരെ ബഹുമാനത്തോടെയായിരുന്നു കണ്ടിരുന്നത്. നരേന്ദ്രമോദി തന്റെ പേരിൽ വിദേശത്തെ പെരുമ്പറ മുഴക്കുന്നു എന്ന് കാണിക്കാൻ ഫേക്ക് വീഡിയോസ് ഉണ്ടാക്കിയിടുമ്പോഴും 2014 ശേഷം വിദേശങ്ങളിൽ ഇന്ത്യയുടെ യശസ് കുത്തനെ ഇടിയുകയാണ് ഉണ്ടായത്. എന്നാൽ ലോകോത്തര എക്കോണമിസ്റ്റും സ്റ്റേറ്റ്സ്മാനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഇന്ത്യയുടെയും മൻമോഹൻ സിംഗിന്റെയും പേര് കേൾക്കുമ്പോൾ അമേരിക്കയിൽ എത്രത്തോളമായിരുന്നു പെരുമ്പറ മുഴങ്ങിയിരുന്നത് എന്ന് വളരെ വ്യക്തമായി ശ്രദ്ധയോടെ കണ്ടുകൊള്ളൂ. ഇന്ത്യയിലെ ലോക്സഭയ്ക്ക് തുല്യമായ അമേരിക്കൻ ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലേക്ക് 2005 ഡോക്ടർ മൻമോഹൻ സിംഗിനെ സ്വാഗതം ചെയ്യുന്നത് കാണുമ്പോൾ ഓരോ ഇന്ത്യക്കാരന്റെയും രോമം എഴുന്നേറ്റ് നിൽക്കും എന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന്റെ പേര് വിളിച്ചു പറയുമ്പോൾ US ഹൗസ് ഓഫ് റെപ്രസെന്റേറ്റീവിലെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് നിർത്താതെ കൈയടികളോടെയാണ് അദ്ദേഹത്തെ ആദരിക്കുന്നത്. ഇത്ര വലിയ സ്റ്റാൻഡിംഗ് ഒവേഷൻ ലോകത്തിലെ ഒരു നേതാവിനും അമേരിക്കൻ സഭയിൽ ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിന്റെ ദൃശ്യങ്ങൾ ഇതാണ്. Mr. Speaker, the Prime Minister of the Republic of India. ഹൗസ് സ്പീക്കർ നാൻസി പെലോസി അദ്ദേഹത്തെ വലിയ ബഹുമാനത്തോടെ ആനയിക്കുമ്പോൾ അദ്ദേഹം നടക്കുന്ന വഴികളിലെല്ലാം ഉള്ള US റെപ്രസെന്റേറ്റീവുമാർ അദ്ദേഹത്തിന് ഹസ്തദാനം ചെയ്യാൻ തിക്കിത്തിരക്കുന്ന ഈ ദൃശ്യം ഏതൊരു ഇന്ത്യക്കാരനും അഭിമാന നിമിഷമാണ്. മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ ഭാര്യ ഹിലരി ക്ലിന്റനും വളരെ ബഹുമാനത്തോടെ അദ്ദേഹത്തിന് കൈ കൊടുക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. അതുപോലെ ഡയസിൽ ഇരിക്കുന്ന 2 ചെയർമാൻമാരും അദ്ദേഹത്തിന് മത്സരിച്ച് കൈകൊടുക്കുകയും നിർത്താതെ കൈയടിക്കുകയും ആണ്. പിന്നീട് രാജ്യത്തിന്റെ യശസ് ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ അഭിമാനം ഡോക്ടർ മൻമോഹൻ സിംഗ് അമേരിക്കൻ ഹൗസിനെ അഭിസംബോധന ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇത്. India's track record in nuclear non-proliferation is impeccable. We have adhered scrupulously to every rule and canon in this area. We have done so even though we have witnessed unchecked nuclear proliferation in our own neighborhood, which has directly affected our security interests. India, as a responsible nuclear power, is fully conscious of the immense responsibilities that come with the possession of advanced technologies, both civilian and strategic. We have never been and will never be a source of proliferation of sensitive technology. The United Nations Security Council must be restructured as part of this reform process. Ladies and gentlemen, in this context, you would agree with me that the voice of the world's largest democracy surely cannot be left unheard on the Security Council when the United Nations is being restructured. India needs massive foreign direct investment, especially
in modernizing our infrastructure. I hope American companies will actively participate in the opportunities we are creating. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾക്കും അമേരിക്കൻ ഹൗസിൽ നിന്ന് ലഭിക്കുന്ന നിർത്താത്ത കരഘോഷം ഒന്ന് കാണേണ്ടത് തന്നെയാണ് അല്ലേ? എത്ര ആത്മവിശ്വാസത്തോടെയും കരുത്തോടെയുമാണ് ലോക പോലീസായ വൻ ശക്തിയായ അമേരിക്കയുടെ പാർലമെന്റിൽ ഇന്ത്യയുടെ അഭിമാനമായ ഡോക്ടർ സിംഗ് തന്റെ വാക്കുകൾ അവതരിപ്പിക്കുന്നത്. ഇന്ത്യയെ വളരെ കരുത്തുറ്റ വിവേകശാലികളുടെ രാജ്യമായിരുന്നു ഒബാമ കണ്ടിരുന്നത്. അതിന് പ്രധാന കാരണം ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള ഒബാമയുടെ വലിയ ആരാധനയായിരുന്നു. അദ്ദേഹത്തിന്റെ അറിവിനോടും വിവേകത്തോടും വിനയത്തോടുമുള്ള ആത്മാർത്ഥമായ ആരാധനയായിരുന്നു. പ്രസിഡന്റ് ഒബാമയുടെ പ്രസിഡൻസിയിലെ ആദ്യ സന്ദർശനത്തിന് അമേരിക്കയിലെത്തിയ ഡോക്ടർ സിംഗിനെ ഒബാമ ക്ഷണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. In that spirit, I welcome you to the United States of America. Mr. President, First Lady Mrs. Obama, thank you very much for your warm words of welcome, Mr. President. My wife and I are deeply honored to be in your great country on the first state visit of your presidency. Mr. President, I bring to you and the people of the United States of America the friendly greetings of over 1 billion people of India. India and America are separated by distance, but bound together by the values of democracy, pluralism, rule of law, and respect for fundamental human freedoms. ലോകത്തെ കരുത്തുറ്റ രണ്ട് സ്റ്റേറ്റ്സ്മാൻമാർ ഒറ്റ ഫ്രെയിമിൽ നിൽക്കുന്ന ഈ കാഴ്ച എത്ര മനോഹരമാണെന്ന് പറയാതെ വയ്യ. ഡോക്ടർ മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ അതിയായ ബഹുമാനത്തോടെ അദ്ദേഹത്തിന്റെ പിന്നിൽ കരുത്തിനായി നിലയുറപ്പിച്ചു നിൽക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ ഈ ദൃശ്യം ഡോക്ടർ മൻമോഹൻ സിംഗിനോടുള്ള അദ്ദേഹത്തിന്റെ ബഹുമാനവും ആരാധനയുമാണ് കാണിക്കുന്നത്. എത്ര ശ്രദ്ധയോടെയാണ് ഡോക്ടർ സിംഗിന്റെ ഓരോ വാക്കുകളും പ്രസിഡന്റ് ഒബാമ ശ്രവിക്കുന്നത് എന്ന് കണ്ടല്ലോ. 2009 ബറാക് ഒബാമ അമേരിക്കൻ പ്രസിഡന്റായി ആദ്യം ചുമതലയേൽക്കുമ്പോൾ നടത്തിയ തന്റെ ഫസ്റ്റ് സ്റ്റേറ്റ് ഡിന്നറിൽ മുഖ്യ അതിഥിയായി ക്ഷണിച്ചത് മറ്റാരെയുമല്ല, ഇന്ത്യയുടെ സ്വകാര്യ അഹങ്കാരം ഡോക്ടർ മൻമോഹൻ സിംഗിനെ ആയിരുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ വസതിയായ വൈറ്റ് ഹൗസിൽ വെച്ച് നടത്തിയ ഒബാമയുടെ ഈ ഫസ്റ്റ് സ്റ്റേറ്റ് ഡിന്നറിലേക്ക് ഡോക്ടർ മൻമോഹൻ സിംഗിനെ ക്ഷണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇത്. Good evening, everyone. On behalf of Michelle and myself, welcome to the White House. Apka Svagute. Many of you were here when I was honored to become the first president to help celebrate Diwali, the Festival of Lights. Some of you were here for the first White House celebration of the birth of the founder of Sikhism, Guru Nanak. Tonight, we gather again for the first state dinner of my presidency with Prime Minister Mohammed Singh and Mrs. Gursharan Kaur as we celebrate the great and growing partnership between the United States and India. 2010 കാനഡയിലെ ടൊറന്റോയിൽ വെച്ച് നടന്ന G20 സമ്മിറ്റിൽ വെച്ച് പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒപ്പമിരുന്ന് അദ്ദേഹത്തിന്റെ അളവില്ലാത്ത അറിവിനെയും വിവേകത്തെയും കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയുന്ന ബറാക് ഒബാമയുടെ ഈ സംഭാഷണം കേട്ടുകൊള്ളൂ. I want to express my pleasure in having the opportunity to meet once again with my good friend Prime Minister Singh. I've said before, and I continue to believe that the extraordinary leadership that Prime Minister Singh has provided, not just to India, but to the world, has helped us navigate through some very difficult times. And I can tell you that here at the G20, when the Prime Minister speaks, people listen, particularly because of his deep knowledge of economic issues, as well as the fact that he understands that as India rises as a world power, not just a regional power, that it also has
enormous responsibilities to work with the rest of the world community around issues of peace and prosperity. ഇവിടെ ഒബാമ പറയുന്നത് ലോകത്തിന് മൊത്തം വലിയ നേതൃത്വം നൽകിയ എക്സ്ട്രാ ഓർഡിനറി വ്യക്തിത്വമാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് എന്നും ഡോക്ടർ മൻമോഹൻ സിംഗ് സംസാരിക്കുമ്പോൾ ലോകം മൊത്തം ചെവിയോർക്കും എന്നും ആണ്. ലോകത്തെമ്പാടും സാമ്പത്തിക തകർച്ചയുണ്ടായപ്പോൾ മൻമോഹൻ സിംഗിന്റെ അളവില്ലാത്ത നേതൃത്വത്തിൽ ഇന്ത്യ മാത്രമാണ് സാമ്പത്തിക തകർച്ച നേരിടാതെ പിടിച്ചു നിന്നത്. അദ്ദേഹത്തെ ഒബാമ ഇങ്ങനെ പുകഴ്ത്തുമ്പോഴും എത്ര വിനയത്തോടെയാണ് ഡോക്ടർ സിംഗ് ഇരിക്കുന്നത് എന്ന് കണ്ടുകൊള്ളൂ. ലോകത്തിൽ ഇത്രയും അറിവുള്ള കഴിവുള്ള ഒരു സാമ്പത്തിക വിദഗ്ധൻ ഇല്ല എന്നാണ് ഒബാമ പറയുന്നത്. ഇനിയുള്ളതാണ് ഏറ്റവും ചിന്തനീയമായ ഒരു വീഡിയോ. വിശ്വഗുരു മോദി പ്രധാനമന്ത്രിയായി കഴിഞ്ഞ് ഒബാമയെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചു. അങ്ങനെ മോദിയുടെ ക്ഷണത്തിൽ ഇന്ത്യയിലെത്തിയ പ്രസിഡന്റ് ഒബാമയെ ഇന്റർവ്യൂ ചെയ്യുകയാണ് കരൺ താപ്പർ ഇവിടെ. A lot President Obama has been written and said about your relationship, your friendship with Narendra Modi. At his invitation, you came as chief guest. You were the first American president to come as chief guest on Republic Day. You did a joint radio broadcast together. And frequently, Prime Minister Modi used to refer to you as my friend Barack. What's your opinion of Narendra Modi? കരൺ താപ്പർ ഇവിടെ ചോദിക്കുകയാണ്, മോദിയുടെ ക്ഷണത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി നിങ്ങൾ ഇവിടെ എത്തി. മോദി എപ്പോഴും പറയുന്നത് ഒബാമ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് എന്നാണ്. മോദിയെക്കുറിച്ച് ഒബാമയുടെ അഭിപ്രായം എന്താണ് എന്ന് ശ്രദ്ധിക്കണം. മോദിയെക്കുറിച്ചുള്ള ഒബാമയുടെ അഭിപ്രായമാണ് കരൺ താപ്പർ ഇവിടെ അദ്ദേഹത്തോട് ചോദിക്കുന്നത്. അപ്പോൾ പ്രസിഡന്റ് ഒബാമ പറയുന്ന മറുപടി വളരെ ശ്രദ്ധയോടെ കേട്ടുകൊള്ളൂ. I like him, but I really also was great friends with Dr. Singh. And, you know, when you look at the work and the steps that Dr. Singh took to open up and modernize the economy and launch what I think was really the foundations for the modern Indian economy, that's also important. ഒബാമ ഒറ്റവാക്കിൽ ഐ ലൈക്ക് ഹിം എന്ന് മാത്രമാണ് മോദിയെക്കുറിച്ച് പറയുന്നത്. ഓർക്കണം, മോദിയുടെ ക്ഷണത്തിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനത്തിൽ മുഖ്യാതിഥിയായി എത്തിയതാണ്. അതിനാൽ മാത്രമാണ് ഒരു താല്പര്യവുമില്ലാഞ്ഞിട്ട് പോലും ഒറ്റ വാക്കിൽ ഐ ലൈക്ക് ഹിം എന്ന് പറഞ്ഞ് ഒപ്പിക്കുന്നത്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ്. മോദിയെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് എന്ന ചോദ്യത്തിന് ലോകത്തെ ഏറ്റവും കരുത്തുറ്റ രാജ്യത്തെ പ്രസിഡന്റായ ഒബാമ മറുപടിയായി പറയുന്നത് നമ്മുടെ സ്വന്തം ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ച് മാത്രമാണ്. അദ്ദേഹത്തിന് ഡോക്ടർ സിംഗിനെ കുറിച്ച് എത്ര പറഞ്ഞാലും മതി വരില്ല എന്നാണ് ഇത് തെളിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ലോകത്തിലെങ്കും ഇന്ത്യയുടെ പേരിൽ പെരുമ്പറ മുഴങ്ങിയിരുന്നു 2014 മുൻപ്. ജവഹർലാൽ നെഹ്റു മുതൽ മൻമോഹൻ സിംഗ് വരെയുള്ള പ്രതിഭാശാലികളായ പ്രധാനമന്ത്രിമാരുടെ പേരിൽ ഫേക്ക് വീഡിയോ ഉണ്ടാക്കി താൻ വിശ്വഗുരുവാണ് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന അല്പനായ മോദി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ മുന്നിൽ ഒന്നുമല്ല. അദ്ദേഹത്തിന്റെ 1,00,000-1 പോലും ആവാൻ മോദിക്ക് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. 1000 ജന്മങ്ങൾ കഴിഞ്ഞാലും. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നിര്യാണം നമ്മുടെ രാജ്യത്തിന് ഉണ്ടാക്കിയ നഷ്ടം എത്രയെന്ന് ഒരു വാക്കുകളിലൂടെയും പറഞ്ഞു വ്യക്തമാക്കാൻ സാധിക്കില്ല. ഡോക്ടർ സിംഗ് ഈസ് ദ കിങ് എന്ന് നിസ്സംശയം പറയാം.